ഓക്കെ, അപ്പൊ നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാനുണ്ട്. അതിനു മുന്നേ സബ്ട്രാക്ഷനിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട് അല്ലേ? ബാക്കിയില്ലേ ചെയ്യാൻ? എക്സസൈസ് 1.4 പേജ് നമ്പർ 68 ഒരു വേർഡ് പ്രോബ്ലംസ് കുറച്ച് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിന്ന് ചെയ്തു നോക്കാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 68, സെക്കൻഡ് സെമിസ്റ്ററിന്റെ ബുക്ക്, പേജ് നമ്പർ 68 എടുത്തോ? അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഏത്? സി ക്വസ്റ്റ്യൻ. സബ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് 4 - 3, 9 - 0, 8 - 2 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് നമ്മൾ ചെയ്തു. അതിന് താഴെ കുറച്ച് വേർഡ് പ്രോബ്ലംസ് കണ്ടോ? ഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അതാണ് ഇനി ചെയ്യാനുള്ളത് അല്ലേ? അപ്പൊ അതിൽ ഓരോ ക്വസ്റ്റ്യനും വെച്ച് വായിച്ചു തരാം, എന്നിട്ട് അതിന്റെ മീനിങ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കണേ. ഓക്കെ, റെഡിയാണോ? റെഡിയല്ലേ? ഇപ്പൊ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. പേജ് നമ്പർ 68, പേജ് നമ്പർ 68 ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ. മിസ് വായിക്കുമ്പോ ടെക്സ്റ്റ് തന്നെ നോക്കണേ, എല്ലാവരും ക്വസ്റ്റ്യൻ തന്നെ നോക്കണേ. Tia has 6 pencils. She gives 3 pencils to Pia. How many pencils are left with Tia? അല്ലത് മനസ്സിലായോ ക്വസ്റ്റ്യൻ? മനസ്സിലായോ? നോ, ഒന്നുകൂടി വായിക്കാം. Tia has 6 pencils. Tia has 6 pencils. ടിയയുടെ കയ്യില് 6 പെൻസിൽസ് ഉണ്ട്. Then she gives 3 pencils to Pia. അവൾ എന്ത് ചെയ്തു? കയ്യിലുള്ള 6 പെൻസിലിൽ നിന്ന് 3 പെൻസിൽ പിയക്ക് കൊടുത്തു. How many pencils are left with Tia? ആ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ടിയയുടെ കയ്യില് എത്ര പെൻസിൽസ് ബാക്കി ഉണ്ടാവും? എത്ര പെൻസിൽസ് ബാക്കി ഉണ്ടാവും? നിങ്ങളുടെ കയ്യിൽ 6 പെൻസിൽ ഉണ്ട് എന്ന് വിചാരിച്ചു. നിങ്ങളുടെ കയ്യിൽ 6 പെൻസിൽ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ അനിയനോ അനിയത്തിയോ വന്ന് ചോദിക്കുന്ന സമയത്ത് 3 പെൻസിൽ അവർക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പെൻസിൽസ് ബാക്കി ഉണ്ടാവും? എത്ര പെൻസിൽസ് ബാക്കി ഉണ്ടാവും? ഓൺലി 3 പെൻസിൽസ് അല്ലേ? 6 പെൻസിൽ ഉള്ളതിൽ നിന്ന് 3 പെൻസിൽ കൊടുത്താൽ ബാക്കി 3 പെൻസിൽ ഉണ്ടാവും കയ്യില്. അപ്പൊ അവിടെ അത് എങ്ങനെ എഴുതിയിട്ടുള്ളത്? 6 - 3. 6 പെൻസിൽ നിന്ന് 3 പെൻസിൽസ് കൊടുത്തു, റിമൈനിങ് 3. That is 6 - 3 is equal to 3. കണ്ടോ? ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന കണ്ടോ? Okay, then second question. We have 9 bananas. നമ്മുടെ കയ്യിൽ 9 ബനാന ഉണ്ട്. 9 banana. We eat 4 of them. നല്ല വിശന്നിരിക്കുന്ന സമയത്ത് 9 പഴം അങ്ങ് മുന്നിൽ കൊണ്ടുവച്ചാല് ചിലവർ 9 തിന്നും. പക്ഷെ നമ്മുടെ കുഞ്ഞു വയറായതുകൊണ്ട് 4 എണ്ണേ തിന്നാൻ പറ്റുള്ളൂ. 9 പഴം ഉണ്ടായിരുന്നു, അതില് 4 എണ്ണം തിന്നു. How many bananas are left? എത്ര പഴം ബാക്കി ഉണ്ടാവും? 9 എണ്ണം ഉണ്ടായിരുന്നു, 4 എണ്ണം തിന്നു, ബാക്കി എത്ര ഉണ്ടാവും? Only 5 bananas. Very good. അവിടെ എഴുതിക്കോ. എങ്ങനെ എഴുതണം? 9 - 4 is equal to 5. അതാണ് അവിടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതല്ല, നമ്മൾ മാത്സിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ 9 ബനാന ഉള്ളതിൽ 4 എണ്ണം തിന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നേ? 9ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 9 - 4 is equal to 5. എഴുതിയോ?
Okay. Then next question. Guddu, nalla perale Guddu. Guddu buys 6 eggs. Guddu buys 6 eggs. Richard എന്ത് ചെയ്തു? കടയിൽ പോയിട്ട് 6 eggs വാങ്ങി, 6 മുട്ട വാങ്ങി. 2 of them break. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കവറിൽ ഇട്ടിട്ട് ഇങ്ങനെ കറക്കി കറക്കി നടന്നിട്ട് വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി നോക്കുമ്പോൾ എന്തായിട്ടുണ്ട്? 2 എണ്ണം പൊട്ടി പോയിട്ടുണ്ട്. 6 മുട്ട വാങ്ങിയതില് 2 എണ്ണം പൊട്ടിപ്പോയി. How many eggs are left? എത്ര എണ്ണം ബാക്കി ഉണ്ടാവും? 4 eggs are left. Very good. അപ്പൊ നമ്മൾ അവിടെ ശരിക്കും എന്താ ചെയ്യുന്നേ? 6 minus 2 is equal to 4. അവിടെ എഴുതിക്കോ. 6 minus 2 is equal to 4. എഴുതിയോ? എഴുതിയോ? Okay. Then fourth one. Piyush has 7 chairs. Piyush has 7 chairs. Piyushinte കയ്യില് 7 ചെയർ ഉണ്ട്, 7 കസേര ഉണ്ട്. He sells 5 chairs. അതില് 5 എണ്ണം 5 chairs Piyush എന്ത് ചെയ്തു? വേറെ ആർക്കോ കൊടുത്തു, വിറ്റു. സെൽ ചെയ്യാന്ന് വെച്ചാല് വിൽക്കുക. അപ്പോ 7 ചെയർസ് ഉണ്ടായിരുന്നു, അതിൽ 5 എണ്ണം വിറ്റു. How many chairs are left with Piyush? എന്നാൽ ബാക്കി പീയൂഷിന്റെ കയ്യിൽ എത്ര ചെയർസ് ഉണ്ടാവും? Only 2 chairs. That is 7 minus 5 is equal to 7 minus 5 is equal to 2. എഴുതിയല്ലോ? Okay, then fifth question. Swami has 4 balloons. Swami has 4 balloons. 3 balloons fly away. How many balloons are left? Savio എന്ത് ചെയ്യുന്നു? ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടി ബലൂൺസ് വീർപ്പിച്ചു വെച്ചു. ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ വേണ്ടി, ക്രിസ്മസ് ട്രീയിലും പുൽക്കൂടിലും ഒക്കെ തൂക്കാൻ വേണ്ടി 4 ബലൂണ് വീർപ്പിച്ചു വെച്ചു. പെട്ടെന്ന് കാറ്റ് വന്നപ്പോ സാവിയോന്റെ 3 ബലൂൺ അങ്ങ് പറന്നുപോയി. 4 ബലൂൺ വീർപ്പിച്ചു വെച്ചു, കഷ്ടപ്പെട്ട് ഊതി 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 4 എണ്ണം വീർപ്പിച്ചു വെച്ചു, അതില് 3 എണ്ണം അങ്ങ് പറന്നുപോയി. How many balloons are left? എത്ര ബലൂൺസ് പിന്നെ ബാക്കി ഉണ്ടാവും? Only 1. Very good. Right there. 4 minus 3 is equal to 1. 4 minus 3 is equal to 1. Okay, sixth one. Rashi has 3 apples. Rashi has 3 apples. She eats all of them. She eats all of them. How many are left? ആദിത്യ അനൂപിന്റെ കയ്യില് 3 ആപ്പിൾസ് ഉണ്ടായിരുന്നു. 3 ആപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ ആദിത്യന് ആപ്പിള് ഭയങ്കര ഇഷ്ടം. വേറെ ആരും ഇല്ല വീട്ടിൽ കൊടുക്കാൻ. എന്ത് ചെയ്തു? 3 എണ്ണം ഒറ്റ എരിപ്പിന് അങ്ങ് തിന്നു തീർത്തു. ബാക്കി എത്ര ആപ്പിൾ ഉണ്ടാവും? 0 apples. അപ്പൊ അവിടെ എന്താ എഴുതണ്ടേ? 3 minus 3 is equal to 0. അപ്പൊ നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് എല്ലാം നമ്മൾ അങ്ങ് കഴിച്ചാല് ബാക്കി ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? 0 കൊണ്ട്. 3 minus 3 is equal to 0. അപ്പൊ നമ്മുടെ ഈ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? സബ്ട്രാക്ട് ചെയ്യാൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങിയാലോ? സ്കിപ്പ് കൗണ്ടിങ്. സ്കിപ്പ് കൗണ്ടിങ് തുടങ്ങാം. Take your next page, page number 69. Page number 69. എന്ന ചാപ്റ്റർ ഹെഡിങ് ഒന്ന് വായിച്ചേ.
skip counting. SKIP COUNTING. ആർക്കെങ്കിലും അറിയോ എന്താ സ്കിപ്പ് കൗണ്ടിങ്? പോട്ടെ, സ്കിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ എന്താ ഇഫുന സ്കിപ്പ് എന്ന് പറഞ്ഞാല്? തുള്ളുക. ഓക്കെ, അപ്പൊ സ്കിപ്പിംഗ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ റോപ്പ് വെച്ചിട്ട് ഇങ്ങനെ തുള്ളുന്നത് കണ്ടിട്ടുണ്ടോ? അറിയോ? ഓക്കെ, നല്ലൊരു എക്സസൈസ് ആട്ടോ അത് സ്കിപ്പിംഗ് എന്ന് പറയുന്നത്. സ്കിപ്പിംഗ് റോപ്പ് ഉണ്ട്. സ്കിപ്പിംഗ് റോപ്പ് വെച്ചിട്ട് ഇങ്ങനെ തുള്ളി 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 കളിക്കുന്ന നല്ലൊരു എക്സസൈസ് ആണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്ക. വള്ളി തടഞ്ഞ് വീണേക്കരുതേ. മിസ് സ്കിപ്പിംഗ് ചെയ്യാൻ പറഞ്ഞിട്ട് കണ്ട ചരടും കയറൊക്കെ എടുത്തിട്ട് ചാടി തുള്ളി വീണിട്ട് പൊട്ടിയിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചാടാൻ അറിയെങ്കിൽ മാത്രം ചാടിയാ മതി. ബട്ട് ദാറ്റ് ഈസ് ബെറ്റർ ഫോർ യുവർ ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്തിന് വളരെ നല്ലത് സ്കിപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്കിപ്പ് എന്ന് പറഞ്ഞാല് ചാടുക. സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറഞ്ഞാലോ? കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എണ്ണുന്നതിനെ കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലെ? എന്തെങ്കിലും കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചാടിക്കൊണ്ടുണ്ടാവും. ആണോ? ചാടിക്കൊണ്ടിരുന്നത് തന്നെയാണോ സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയുന്നത്? യെസ്, അതുപോലൊരു മീനിങ് തന്നെയാണ്. എന്നാല് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ട് ഓർമ്മയില്ലേ? സ്കൂളിന്റെ മുറ്റത്തുള്ള ഗ്രൗണ്ട് ഓർമ്മയില്ലേ? ഇല്ലേ? അവിടെ നമ്മൾ വലിയൊരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കാം. വലിയൊരു ലൈൻ വരച്ചിട്ട് കുറെ പോയിന്റ് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി 0 മുതല് അങ്ങ് നമ്പേഴ്സ് അങ്ങ് എഴുതി 0, 1, 2, 3, 4 അങ്ങനെ നമ്പേഴ്സ് എഴുതി. എന്നിട്ട് മിസ് എന്ത് പറഞ്ഞു? ആരോടാ ഇപ്പൊ പറയണ്ടേ? ഓക്കെ, അതാ അയാൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അയാളിനോട് പറഞ്ഞു, അയാളെ 0-ൽ പോയി നിന്നേന്ന് പറഞ്ഞു. അപ്പൊ ആ ലൈനിലെ 0 എന്ന് എഴുതിയ പോയിന്റിന്റെ മേലെ പോയിട്ട് അയാൾ വിജേഷ് അവിടെ നിന്നു. എന്നിട്ട് മിസ് എന്ത് ചെയ്തു? മിസ് പറഞ്ഞു, അടുത്തത് എങ്ങോട്ടാ ചാടേണ്ടതെന്ന് അറിയോ? ആ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് 1 കഴിഞ്ഞിട്ട് 2-ലേക്ക് ചാടാം. 1-ൽ ചവിട്ടാനേ പാടില്ല, നേരെ 2-ലേക്ക് ചാടാം. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒറ്റ ചാടത്തിന് 2-ലെത്തി. അപ്പൊ അവിടെ നമ്മൾ എന്തൊഴിവാക്കി? 0-ൽ നിന്ന് നേരെ 2-ലേക്ക് ചാടുന്ന സമയത്ത് 1 നമ്മളങ്ങ് ഒഴിവാക്കി അല്ലേ? അതിനുശേഷം മിസ് പറഞ്ഞു, അവിടെ തന്നെ നിന്നോ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ചാടാൻ പാടുള്ളൂ, 2 തന്നെ ഇപ്പൊ നിക്കണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ശരി മിസ്സേ അവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മിസ് പറഞ്ഞു നേരെ 4-ലേക്ക് ചാടിക്കും. എന്ത് ചെയ്തു? 2-ൽ നിന്ന് 2 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്തു? 3 അങ്ങ് ഒഴിവാക്കിയിട്ട് 4-ലേക്ക് ചാടി. അപ്പൊ നമ്മൾ അവിടെ ഏതൊക്കെ നമ്പേഴ്സാ ഒഴിവാക്കി വിട്ടേ? 1 എന്ന് പറയുന്ന നമ്പർ ഒഴിവാക്കി, 3 എന്ന് പറയുന്ന നമ്പർ ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ 4-ൽ നിന്ന് അയാൾ നെക്സ്റ്റ് ഏത് നമ്പറിലേക്കായിരിക്കും ചാടേണ്ടി വരിക? 0-ൽ നിന്ന് 1 ഒഴിവാക്കിയിട്ട് 2-ലേക്ക് ചാടി, 2-ൽ നിന്ന് 3 ഒഴിവാക്കി 4-ലേക്ക് ചാടി. അങ്ങനെയാണെങ്കിൽ 4-ൽ നിന്ന് ഏതിലേക്കായിരിക്കും ചാടേണ്ടി വരിക? 5 ഒഴിവാക്കിയിട്ട് 6-ലേക്ക്. അയാൾ തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, 6-ലേക്ക് ചാടണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നേ? ഓരോ നമ്പർ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത നമ്പറിലോട്ട് ചാടണം അല്ലേ? ദിസ് ടൈപ്പ് ഓഫ് കൗണ്ടിങ് നമ്മളിവിടെ 0 മുതൽ സ്റ്റാർട്ട് ചെയ്തു, 1 ഒഴിവാക്കി 2 പറഞ്ഞു, പിന്നെ 3 ഒഴിവാക്കി 4 പറഞ്ഞു, 5 ഒഴിവാക്കി 6 പറഞ്ഞു. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 6 കഴിഞ്ഞിട്ട് 7 ഒഴിവാക്കി 8 പറഞ്ഞു അല്ലേ? അങ്ങനെ നമ്മൾ ഓരോ നമ്പർ ഒഴിവാക്കിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് കൗണ്ടിങ് ഈസ് കോൾഡ് സ്കിപ്പ് കൗണ്ടിങ്. നമ്മൾ നമ്പേഴ്സിന്റെ മേലെ കൂടി ഇങ്ങനെ ചാടി 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 പറയുന്നു, അതിനെയാണ് സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒഴിവാക്കിയത് ഓരോ നമ്പേഴ്സ് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ഇനി 5 നമ്പേഴ്സ് സ്കിപ്പ് ചെയ്യണമെങ്കിലോ?
കുറച്ചും കൂടി നല്ല ആരോഗ്യം വേണം. 0-ൽ നിന്ന് 5-ലേക്ക് ചാടണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. അപ്പൊ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വന്നാല് 0-ൽ നിന്ന് ഒറ്റ ചാട്ടത്തിന് 5-ലെത്താം. അല്ലേ? അവിടെ നമ്മൾ എത്ര ഒഴിവാക്കുന്നേ? ഏതൊക്കെ നമ്പേഴ്സ് ഒഴിവാക്കിയേ? 0-ൽ നിന്ന് 1 ഒഴിവാക്കി, 2 ഒഴിവാക്കി, 3 ഒഴിവാക്കി, 4 ഒഴിവാക്കി. പിന്നെ നമ്മൾ ചാടുന്നത് ഏതിലേക്കാ? 5-ലേക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതിലേക്കായിരിക്കും? 6 ഒഴിവാക്കി, 7 ഒഴിവാക്കി, 8 ഒഴിവാക്കി, 9 ഒഴിവാക്കി. നേരെ 5-ൽ നിന്ന് 10-ലേക്ക്. മിസ്സി പറയുന്ന എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇതാ ഇവിടെ ആദ്യം ഇതാരാ ഇവിടെ നിൽക്കുന്നേ? മുക്താസിമാന്ന് തോന്നുന്നു അല്ലെ? മുക്താസിമിന് അതേപോലെ ഉണ്ട് ഫേസ് കാണുമ്പോ, ഈ നിൽക്കുന്നവനെ കാണുമ്പോ. ഓക്കെ, മുക്താസിം ഇവിടെ 0-ൽ നിൽക്കുന്നുണ്ട്. ആ 0-ന്ന് നേരെ 5-ലേക്ക് ചാടി. അപ്പൊ അവിടെ ഏതൊക്കെ ഒഴിവാക്കിയേ? 1-ഉം 2-ഉം 3-ഉം 4-ഉം ഒഴിവാക്കി. 5-ലെത്തി. 5-ൽ നിന്ന് ഇങ്ങനെ നിന്ന് കുറച്ച് ആലോചിച്ച് ഇനിയിപ്പോ എങ്ങോട്ടാ ചാടണ്ടേ? ഏതൊക്കെയാ ഒഴിവാക്കണ്ടേ? ആദ്യം നമ്മൾ 4 നമ്പേഴ്സ് ഒഴിവാക്കി. 0 കഴിഞ്ഞിട്ട് 1, 2, 3, 4 ഒഴിവാക്കി 5-ലെത്തി. ഇനി ഏതൊക്കെ ഒഴിവാക്കണം? 6, 7, 8, 9. നെക്സ്റ്റ് 4 നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് മുക്താസിം ഒറ്റ ചാട്ടം 10-ലേക്ക്. 5-ൽ നിന്ന് 10-ലേക്ക്. അത് കഴിഞ്ഞിട്ട് 11, 12, 13, 14 ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് മുക്താസിം നേരെ ചാടി 15-ലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെയാ സ്കിപ്പ് കൗണ്ട് ചെയ്യുന്നത്? എത്ര വിട്ടിട്ടാ സ്കിപ്പ് കൗണ്ട് ചെയ്യുന്നേ? 5 കൂട്ടി ചാടുന്നു അല്ലേ? ഇനി കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടെങ്കിൽ അതാരാ ഇപ്പൊ കുറച്ചും കൂടി ആരോഗ്യമുള്ള ഒരാള് ചാടാൻ പറ്റിയത്? ഐഫോനൊക്കെ നല്ല ആരോഗ്യം ഉണ്ടോ? ഐഫോനെ അമൃതയും നോക്കാം ആരൊക്കെ ചാടിയിട്ട് എത്തുന്നേ നോക്കാലോ. 0-ൽ നിന്ന് നേരെ 10-ലേക്ക് ചാടണം. Keep counting tens. ചാടാൻ പറ്റുമോ? ഒരു ചാട്ടത്തിന് തന്നെ ക്ഷീണം വരും. പിന്നെ നിങ്ങൾ ചാടാൻ നിൽക്കൂല. അപ്പൊ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് ഒഴിവാക്കി? 0-ൽ നിന്ന് 10-ലേക്ക് എത്തുമ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9. 9 നമ്പേഴ്സ് ഒഴിവാക്കിയതിന് ശേഷം 0-ൽ നിന്ന് ഐഫോനെ അമൃതയും കൂടി ഒറ്റ ചാട്ടം 10-ലേക്ക്. എന്നിട്ടോ അടുത്തതും അതേപോലെ 9 നമ്പേഴ്സ് ഒഴിവാക്കി. 9 നമ്പേഴ്സ് ഒഴിവാക്കി. 11, 12, 13, 14, 15, 16, 17, 18, 19. 19 ഒഴിവാക്കിയിട്ട് രണ്ടുപേരും കൂടി കൈ പിടിച്ച് ആദ്യം ചാടി. എങ്ങോട്ട്? 20-ലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഏതാ സ്കിപ്പ് കൗണ്ട് ചെയ്യുന്നേ? 0, 10, 20. അടുത്തത് ഏതായിരിക്കും? 30. അടുത്തത് 40. പിന്നെ 50, 60. ഇതാണ് സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ സ്കിപ്പ് കൗണ്ടിങ്? നമ്പേഴ്സ് ഏതെങ്കിലും ഒരു ഓർഡറിൽ ഒഴിവാക്കിക്കൊണ്ട് കൗണ്ട് ചെയ്യുന്നതിനെയാണ് സ്കിപ്പ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സസൈസ് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 70. പേജ് നമ്പർ 70. First question, skip counting twos on this number line and write the numbers in the boxes. Start from the circled number. എന്താ ചെയ്യണ്ടേ? സ്കിപ്പ് കൗണ്ടിങ് twos. രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് സ്കിപ്പ് കൗണ്ട് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ. ആദ്യം ആരായിരുന്നു ചാടിയത്? അയാൻ വിജേഷ് അല്ലെ? അയാൻ ചാടിയതുപോലെ ഒരു നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് ചാടണം. എങ്ങോട്ട് ചാടണം? നെക്സ്റ്റ് നമ്പറിലേക്ക്. റൗണ്ട് ചെയ്ത നമ്പർ 24. 24-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? 24-ൽ നിന്ന് അടുത്ത നമ്പർ ഏതായിരിക്കും? ഒരു നമ്പർ ഒഴിവാക്കിയിട്ട് അടുത്ത നമ്പർ. അതാണ് സ്കിപ്പ് കൗണ്ടിങ് twos. കൗണ്ടിങ് twos എന്ന് പറഞ്ഞാല് ഇപ്പൊ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നോട് 2 നമ്പർ ആഡ് ചെയ്യാം. അപ്പൊ 24-നോട് 2 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അടുത്തത് ഏത് നമ്പർ റൗണ്ട് ചെയ്യണ്ടേ? 26. സ്കിപ്പ് കൗണ്ടിങ് 2 എന്ന് പറഞ്ഞാല്
skip count in twos എന്ന് പറഞ്ഞാല് എന്താ ചെയ്യണ്ടേ? സ്റ്റാർട്ടിംഗ് നമ്പറിൽ നിന്ന് നമ്മള് 2 ആഡ് ചെയ്ത് എഴുതിയാൽ മതി. skip count in threes എന്ന് പറഞ്ഞാല് 3 ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 24 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതായിരിക്കും? 24 plus 2 24 25 26. നെക്സ്റ്റ് റൗണ്ട് ചെയ്യേണ്ടത് 26. റൗണ്ട് ചെയ്യേണ്ടത് 26. അതിന്റെ താഴെയുള്ള ബോക്സിൽ 26 എഴുതുക. റൗണ്ട് ചെയ്യാം, അതിന് താഴെയുള്ള ബോക്സിൽ ആ നമ്പർ എടുത്തെഴുതാം. നെക്സ്റ്റ് ഏതായിരിക്കും? 26 കഴിഞ്ഞാല് 28. 28 റൗണ്ട് ചെയ്തിട്ട് തൊട്ടടുത്ത ബോക്സിൽ 28 എഴുതിക്കോ. Then 30. 28 കഴിഞ്ഞാല് 30. 30 റൗണ്ട് ചെയ്യാ, തൊട്ടടുത്ത ബോക്സിൽ 30 എഴുതാം. Then 30 കഴിഞ്ഞിട്ട് 30 plus 2 32. 30 plus 2 32. 32 റൗണ്ട് ചെയ്യാ, എന്നിട്ട് എന്ത് ചെയ്യാ? 32 തൊട്ടടുത്ത ബോക്സിലേക്ക് എടുത്തെഴുതാം. 32 കഴിഞ്ഞാൽ ഏതായിരിക്കും? 34. 34 റൗണ്ട് ചെയ്യാ, 34 തൊട്ടടുത്ത കോളത്തിലേക്ക് എടുത്തെഴുതാം. എഴുതി കഴിഞ്ഞോ എല്ലാരും? എഴുതി കഴിഞ്ഞോ? ഓക്കെ. Then second question. Skip count in twos and fill in the blanks. ഇതേപോലെ തന്നെ skip count in twos. 2 ആഡ് ചെയ്ത് എഴുതണം. 14 അവിടെ തന്നിട്ടുണ്ട്. 14നോട് 2 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 14, 15, 16 അല്ലേ? അപ്പൊ skip count in twos ചെയ്താല് 14 കഴിഞ്ഞ് വരുന്ന നമ്പർ 16. 16 കഴിഞ്ഞാലോ? 16 കഴിഞ്ഞാലോ? 16 plus 2 16, 17, 18. നെക്സ്റ്റ് 18. അടുത്ത നമ്പർ അവിടെ തന്നിട്ടുണ്ട് 20. അടുത്ത നമ്പർ 20 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 20 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതായിരിക്കും? 22. 22 കഴിഞ്ഞാലോ? 24. Okay, then next third question. Keep counting fives on this number line and write the numbers in the boxes. Start from the first number. ഒരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട് കണ്ടോ? 40 മുതൽ 51 വരെയുള്ള നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്പർ ഏതാ ഈ നമ്പർ ലൈനില്? എല്ലാവരും ശ്രദ്ധിക്കണേ. 40 അല്ലേ? 40 അല്ലേ? ദാ 40 തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ 40ൽ നിന്ന് സ്കിപ്പ് കൗണ്ട് ഇൻ ഫൈവ്സ് ആണ് ചെയ്യേണ്ടത്. 5ലേക്ക് 5 ആഡ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യണം. 5ലേക്ക് 5 ആഡ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ 40ൽ നമ്മൾ എവിടേക്ക് എത്തും? 40ൽ നിന്ന് സ്കിപ്പ് ചെയ്താൽ നേരെ 45ലേക്ക്. അവിടേക്ക് ഒരു ലൈൻ അല്ല, ഒരു കർവ് വരച്ചു വെച്ചു. നമ്മൾ എങ്ങനെയാ ചാടുന്നത്? 40ൽ നിന്ന് നമ്മൾ നേരെ 45ലേക്ക് ചാടി. അവിടുന്ന് നേരെ അഗൈൻ 5 ആഡ് ചെയ്തു. 5 ആഡ് ചെയ്യുമ്പോൾ നേരെ 50ലേക്ക് എത്തി. അപ്പൊ നമ്മൾ ഏതൊക്കെ നമ്പറിലാ ചാടിയത്? ആദ്യം 40,
പിന്നെ വരുന്നത് 45, പിന്നെ വരുന്നത് 50. ഇതുപോലെ എഴുതി വെച്ചോ. നമ്മൾ നേരത്തെ 2-3 പേര് ചാടാൻ നിന്നല്ലേ ലൈൻ വരച്ചിട്ട്, അതന്നെ ഇവിടെയും ചെയ്ത. ഓക്കെ, അപ്പൊ അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. സ്കിപ്പ് കൗണ്ട് ഇൻ 5s ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 5 മുതൽ തുടങ്ങിയിട്ട് 5 ആഡ് ചെയ്തിട്ട് നമ്പർ ഫിൽ ചെയ്യാം. നെക്സ്റ്റ് സ്കിപ്പ് കൗണ്ട് ഇൻ 10s on this number line and write the numbers in the boxes. നമ്മളിപ്പോ ഈ 5ന് ചെയ്ത പോലെ സി ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ സിയിൽ സ്കിപ്പ് കൗണ്ട് ഇൻ 5s ആയിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്കിപ്പ് കൗണ്ട് ഇൻ 10s. 10 ആഡ് ചെയ്തുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ട് ഏതൊക്കെ നമ്പേഴ്സാ വരുന്നതെന്ന് ഈ ബോക്സിൽ എഴുതി വെക്കാം. അപ്പൊ ഈ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ 5 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് skip count in 5s. അതായത് നെക്സ്റ്റ് നമ്പർ 5 + 5 10, നെക്സ്റ്റ് നമ്പർ 10 + 5 15. അങ്ങനെ ആഡ് ചെയ്തിട്ട് 5 ആഡ് ചെയ്തിട്ട് ഈ ലൈൻസ് ഒക്കെ ഫിൽ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ ചെയ്ത ഈ 14 5 സ്കിപ്പ് ചെയ്തിട്ട് ചെയ്തതുപോലെ സ്റ്റാർട്ടിങ് ഫ്രം 20ൽ നിന്ന് 10 സ്കിപ്പ് ചെയ്തുകൊണ്ട് ഏതൊക്കെ നമ്പേഴ്സാ വരുന്നതെന്ന് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് ഈ ബോക്സിൽ നമ്പേഴ്സ് എഴുതാം. Okay, these 2 questions are for your homework. അപ്പൊ എല്ലാവരും ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങാം. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം പോരെ. ഇനി നമ്മൾ അടുത്ത ചൊവ്വാഴ്ചയെ കാണുള്ളൂ അല്ലേ? ലീവല്ലേ നിങ്ങൾക്ക് ക്രിസ്മസിന്റെ? അടുത്ത ചൊവ്വാഴ്ച കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ.